സത്യത്തിൽ നമ്മുടെ പിണറായി വിജയനോട് വല്ലാത്ത സഹതാപം തോന്നുന്നു. ഇന്നലെ നിയമസഭയിൽ നടന്ന ഒരു രംഗം, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായിരുന്ന സാക്ഷാൽ KN ബാലഗോപാൽ, CPM-ൻ്റെ മുൻ മുഖ്യമന്ത്രി, കേരളത്തെ അടക്കി 10 വർഷം ഭരിച്ച, ഒരീച്ച പോലും തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പറക്കുന്നത് അനുവദിക്കാത്ത പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം, ഇന്ത്യയിലെ CPM-നെ താങ്ങി നിർത്തുന്ന, ചെല്ലും ചെലവും കൊടുക്കുന്ന ആൾ. ആ പിണറായി വിജയനോട് നിയമസഭയിൽ ചോദിക്കുകയാണ്, ഇത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ? കുറേ നാളായി ഇങ്ങനെ നിങ്ങളെ ആക്ഷേപിക്കുക, എന്തെങ്കിലും വാ തുറന്നൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. പിണറായി വിജയന്റെ മുഖഭാവം ഒന്ന് കാണണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായ ഈ രീതിയാണ് സാറേ, എല്ലാവർക്കും പറയേണ്ടതാണ്. എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? എന്നിട്ട് പിണറായി എണീറ്റിട്ട് ചില ആളുകൾ വന്നിട്ട് മനഃപൂർവ്വം നമ്മളെ അങ്ങ് ആക്ഷേപിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് വാക്കൗട്ട് നടത്തുന്നു. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ ഒരു മാസം പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയായിരുന്നു. ഏറ്റവും ദയനീയമായ അവസ്ഥ. പാർലമെൻ്ററി ജീവിതത്തിൽ പിണറായി വിജയൻ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ മാസം കൊണ്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ബിംബത്തെ ഉടച്ചു കളഞ്ഞു സതീശനും UDF-ഉം. നിയമസഭയിൽ കാണുന്ന അതാണ്. നിയമസഭയിൽ പിണറായി എന്തു പറയുന്നു അതിനെ ഫാക്ട്സ് പറഞ്ഞ്, വസ്തുത പറഞ്ഞ്, കണക്കുകൾ പറഞ്ഞ് പൊളിച്ചങ്ങ് അടുക്കുകയാണ് സതീശനും ടീമും. ഏറ്റവും അവസാനം ഇപ്പോൾ അതാ വിഴിഞ്ഞം കരാറിൻ്റെ കാര്യം. വിഴിഞ്ഞം കരാറിൻ്റെ കാര്യം പറയുമ്പോൾ വിഴിഞ്ഞത്തേക്ക് അദാനിയെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ, ഉമ്മൻചാണ്ടിയെ വിമർശിച്ചു കൊണ്ടിരുന്ന പിണറായി വിജയൻ അതങ്ങ് ഏറ്റെടുത്ത് സ്വന്തമാക്കി നടത്തുകയായിരുന്നു. അതുമാത്രമല്ല, കരാർ വ്യവസ്ഥയിൽ മോഡിഫിക്കേഷൻ വരുത്തി വീണ്ടും ഒരു 20 വർഷം കൂടി അദാനിക്ക് വിഴിഞ്ഞം തുറമുഖം കൈവശം വെക്കാവുന്ന തരത്തിലേക്ക് പുതിയ കരാർ ഉണ്ടാക്കി കൊടുത്തതും പിണറായി വിജയൻ്റെ സർക്കാരാണ്. അദാനിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുത്തു. PM ശ്രീയുടെ കാര്യം, PM ശ്രീ നിങ്ങൾ എന്തിന് നടപ്പാക്കുന്നു എന്ന് ചോദിക്കുന്ന പിണറായി വിജയനെ കണക്കെടുത്ത് വെച്ച്, നിങ്ങളാണ് ഒപ്പുവെച്ചത്, നിങ്ങളാണ് കാശ് വാങ്ങിയത്, നിങ്ങൾ 93 കോടി രൂപ പിന്നെ ഒരു 106 കോടി രൂപ വാങ്ങിച്ച് ഈ സർക്കാരിനെ കുടുക്കിലാക്കിയതാണ് എന്ന് വസ്തുതാപരമായി സതീശൻ തെളിയിക്കുന്നു. പിണറായി അവിടെയും നാറുന്നു. അങ്ങനെ ഏതു വിഷയമെടുത്താലും പിണറായി വിജയനെ നാറ്റിച്ച് പണ്ടാറമടക്കുന്ന കാഴ്ച. മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയനെതിരെ നിന്നിട്ട് ഒരക്ഷരം മിണ്ടാൻ CPM-ൽ ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ക്യാമറകൾക്ക് മുന്നിൽ, കേരള നിയമസഭയ്ക്ക് മുന്നിൽ, കേരളത്തിലെ ജനങ്ങൾ കാണുക പിണറായി വിജയൻ അവിടെ മിണ്ടാതിരിക്കുമ്പോൾ ക്ഷുഭിതനായി ബാലഗോപാൽ പിണറായിയെ ശാസിക്കുന്നു. എത്ര നാളായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒന്ന് വാ തുറന്നു പറയടോ എന്നാണ് സത്യത്തിൽ പിണറായി വിജയനോട് ബാലഗോപാൽ പറഞ്ഞത്. ഞെട്ടിപ്പോയി പിണറായി. ആ മുഖമൊന്ന് ക്ലോസപ്പിൽ കാണണം. ഞെട്ടിപ്പോയി. ആ മുഖത്ത് പല ഭാവങ്ങൾ പൂത്തുവിരിഞ്ഞിട്ട് ബാലഗോപാലിൻ്റെ വാക്ക് കേട്ട് പേടിച്ചെന്ന പോലെ പിണറായി വിജയൻ എണീറ്റ് നിന്ന് ചില ആളുകളെ വിട്ട് മനഃപൂർവ്വം അപമാനിക്കുകയാണ്. നിർത്തി അങ്ങ് അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെ അപമാനിച്ചില്ലാതാക്കുന്നു. അനുഭവിക്കണം ഈ മനുഷ്യൻ. അതുപോലെയാണ് കേരളത്തിലെ ജനങ്ങളെ 10 വർഷക്കാലം പിണറായി വിജയൻ ദ്രോഹിച്ചത്. എന്തിന്? ശബരിമലയുടെ കാര്യം അറിയാം. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി, യുവതികളെ കയറ്റി, ആചാര ലംഘനം ഒരു വാശിയോടെ, വൈരാഗ്യ ബുദ്ധിയോടെ നടപ്പാക്കി. എന്നിട്ടോ ശബരിമല കൊള്ളയ്ക്ക്, സ്വർണ്ണ കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പനെ വീണ്ടും അപമാനിക്കാനുള്ള ഒരു ശ്രമം നടത്തി. കേരളത്തിലെ ഹിന്ദുക്കളെ പറ്റിക്കാൻ നോക്കി. എന്നിട്ടോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നേരത്തെ ഗോവിന്ദനും പാർട്ടിയും എല്ലാം പറഞ്ഞതുപോലെ വിശ്വാസികൾക്കൊപ്പമാണ് എന്നത് തെറ്റിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കേരളം ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിൽ വാർത്തയായിട്ടില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിനു ശേഷം കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതി പോയി പറഞ്ഞു, ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നാണ് കേരള സർക്കാരിൻ്റെ അഭിപ്രായമെന്ന്, അതായത് പിണറായി വിജയൻ്റെ അഭിപ്രായമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്ന അഭിഭാഷകൻ സതീശൻ്റെ സർക്കാർ ഉണ്ടാവുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം യുവതീ പ്രവേശനം ആകാമെന്നാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും ആക്രമിച്ച, നശിപ്പിച്ച, അപമാനിച്ച ഒരു സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ്റെ കാലത്ത്
റോഡിൽ ഒരു കറുത്ത വസ്ത്രമിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. പിണറായിക്കെതിരെ പറയുന്നവരെ എന്തു പറഞ്ഞാലും കേസെടുത്ത് ജയിലിലടയ്ക്കുമായിരുന്നു. അങ്ങനെ നിരന്തരം അധികാരത്തിൻ്റെ സർവ്വഗർവവും കാണിച്ച് കേരളത്തിലെ ജനങ്ങളെയാകെ അപമാനിച്ച് ആക്രമിച്ച് നിരാലംബരാക്കിയ ജനങ്ങൾ ഒടുവിൽ ബാലറ്റ് ബോക്സിലൂടെ കൊടുത്ത തിരിച്ചടിയുടെ ഫലമാണ് പിണറായി വിജയൻ അനുഭവിക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയൻ അസംബ്ലിയിൽ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഇത് കേട്ടിരിക്കാൻ പാടില്ല. രാജിവെച്ച് പുറത്തു പോകണം. ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് എന്തിനാണ് ഇയാൾ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? ഒറ്റ മാസം കൊണ്ട് UDF-ലെ MLA-മാരെല്ലാം വാരി എങ്ങ് അലക്കുകയായിരുന്നു. എന്താണ് പുത്രദുഃഖത്താൽ ഖിന്നനായിരിക്കുന്ന ഒരു പിണറായി? മകളെ എന്നു വേണമെങ്കിലും ED വന്ന് പിടിച്ചോണ്ട് പോകും. പിണറായി ചങ്കുപൊട്ടിച്ചാകുമോ എനിക്കറിയില്ല. അത്തരം അവസ്ഥയൊക്കെ വരാം. പിണറായിയെ സംബന്ധിച്ച് പിണറായിയുടെ ജീവിതത്തിലെ കൊടിയിറക്കത്തിൻ്റെ കാലമാണ്, പടിയിറക്കത്തിൻ്റെ കാലമാണ്, അസ്തമനത്തിൻ്റെ കാലമാണ്. പിണറായി വിജയൻ ഇനി എന്തിനാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിക്കപ്പെടാൻ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ബാലഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത്. ബാലഗോപാലിന് ഈ ധൈര്യം വന്നത് എങ്ങനെയാണ്? ബാലഗോപാലിനെ പോലെയുള്ള ആളുകൾ പിണറായി ഒന്ന് നോക്കിയാൽ ഉരുകിപ്പോകുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ബാലഗോപാൽ പിണറായി വിജയൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാ നിയമസഭാ സാമാജികരും കാണുകെ, എല്ലാ ക്യാമറകളും കാണുകെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുകെ, നാണമില്ല ഇത് കേട്ടോണ്ടിരിക്കാൻ, വാ തുറന്ന് എന്തെങ്കിലും പറയൂ മനുഷ്യ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയെങ്കിൽ പിണറായി വിജയൻ ബാലഗോപാലിന് പോലും അപഹാസ്യനായി മാറിയിരിക്കുന്നു. വല്ലാത്ത ഗതികേടാണ് ഈ മനുഷ്യന് വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന് ഇത്രമാത്രം പതനമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നതുപോലെ പിണറായി വിജയനെ VS അച്യുതാനന്ദന് അടിച്ച ലോട്ടറി ടിക്കറ്റ് അടിച്ചു മാറ്റി തണ്ടിൽ കയറി നടന്ന പിണറായി വിജയൻ ഇപ്പോൾ തോളിൽ മാറാപ്പുമായി നടക്കുകയാണ്. ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോ പറഞ്ഞു. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി വരുന്നത് കാത്ത് ആ റെയിൽവേ സ്റ്റേഷനിലെ തണുത്ത സിമൻറ്റ് ബെഞ്ചിലോ സ്റ്റീൽ ബെഞ്ചിലോ പിണറായി ഇരിക്കുന്നു. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല. അതിലെ ആളുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ ഈ പിണറായി വിജയനെ മൈൻഡ് ചെയ്യുന്നില്ല. നോക്കൂ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ VD സതീശൻ അവിടെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു സംശയമില്ല VD സതീശനെ ചുറ്റും ആൾ കൂടും. ഞാനൊരിക്കൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട രവിയേട്ടൻ, പന്ന്യൻ രവീന്ദ്രൻ, CPIയുടെ നേതാവ്, അദ്ദേഹം വന്ദേ ഭാരതിൽ 11 മണിക്കുള്ള വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ അവിടെ നിൽക്കുന്നു. ഞാനും ആ വണ്ടിക്ക് പോകാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ആ ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ചുറ്റും ആളുകൾ വന്ന് കൂടുകയാണ്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ ലൈം ലൈറ്റിലില്ല. അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തുമില്ല. എന്നാലും കേരളത്തിലെ അറിയപ്പെടുന്ന വിശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന പരിഗണന വെച്ച് അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ വന്ന് പന്ന്യനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ ചോദിക്കുന്നു. സാർ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന്. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നതാണ്. അതേസമയം പിണറായി വിജയൻ അവിടെ വന്നിരുന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ഒരാളും വന്നിട്ട് പിണറായി സഖാബെ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നില്ല. എന്തിന് സെൽഫി എടുക്കണം? പണ്ട് പ്രാവിനെ, പിണറായി വിജയൻ ആകാശത്തേക്ക് പ്രാവിനെ പറത്തി വിട്ടു. ആ പ്രാവ് അപ്പോഴേ വീണ് ചത്തുപോയി. കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ ഈ മനുഷ്യനെക്കുറിച്ച് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞു. കാരണം പിണറായി വിജയനെ ഒരു ദിവസം കണ്ടാൽ അന്നത്തെ ദിവസം മോശമാണ്. പിണറായി വിജയൻ ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ, ആശംസ അർപ്പിച്ചാൽ അവൻ്റെ കാര്യം അധോഗതിയാണ് എന്ന് കേരളം ട്രോളിയ ഒരു കാലമുണ്ട്. അതുപോലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്തിന്? ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വിമാനം പിടിക്കാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹി വിമാനത്താവളത്തിലിരുന്ന പിണറായി വിജയനെ കൂട്ടാതെ ഇൻഡിഗോ വിമാനം പറന്നുപോയി. കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. പ്രോട്ടോകോൾ ഓഫീസർ ഇൻഡിഗോയ്ക്ക് മെയിൽ അയച്ചതാണ്. മെയിൽ അയച്ചിട്ട് അതവിടെ കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തിയില്ല എന്നാണ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലുള്ള പരാതി. ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ മെയിൽ നോക്കുമ്പോൾ സെൻഡ് എന്ന് കണ്ടാൽ പിന്നെ കിട്ടിയെന്ന് ഉറപ്പാണ്. വെടിവെച്ചിട്ട് പിന്നെ ഠോ എന്ന് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിണറായിയെ ഒന്ന് സുഖിപ്പിക്കാൻ, അല്ലെങ്കിൽ പിണറായിയുടെ വേദന ഒന്ന് ശമിപ്പിക്കാനായിരിക്കും സതീശൻ സർക്കാർ ആ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണെന്നുള്ളത്. ഒരു കാര്യവുമില്ല. ആ മനുഷ്യൻ അവിടെ ഇരുന്ന ട്രെയിനും വിമാനവും ഒക്കെ പോകുന്ന സമയമുണ്ട്. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് താൻ കയറിയില്ലെങ്കിൽ വിമാനം പോകത്തില്ല എന്നൊക്കെ പിണറായി ഇപ്പോഴും കരുതി വെച്ചതിൻ്റെ പ്രശ്നമാണ്. സമയത്ത് 5 മണിയുടെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ 5 മണിക്ക് 10 മിനിറ്റ് മുമ്പെങ്കിലും എന്താ പോകേണ്ട സമയമായില്ലേ എന്ന് നോക്കണം. ഇതെന്താ ഓർമ്മയും വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലേ? കൂടെ ഒരു സഹായം ഉണ്ടായിരുന്നല്ലോ, അവനും ഇല്ലേ ബോധം? എന്നിട്ട് 6-7 മണിക്കൂർ, 7 മണിക്കൂറല്ല 5.5 മണിക്കൂർ ആ എയർപോർട്ടിലെ ലോഞ്ചിൽ ഒരു തടവുകാരനെ പോലെ ഇരിക്കേണ്ടി വന്നു.
പിണറായിയെ സംബന്ധിച്ച് ഒരൊറ്റ മാസം കേരളത്തിൽ പുതിയ സർക്കാർ വന്ന് അധികാരം പോയതിൻ്റെ ആദ്യത്തെ ഒറ്റ മാസം കൊണ്ട് ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ നേടിയത് ആദരവ് വല്ലതും മനുഷ്യരാരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപമാനിക്കപ്പെടാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കിടക്കുകയാണ്. ഇനിയും ചന്തുവിൻ്റെ ജീവിതം ബാക്കി എന്നതുപോലെ പിണറായിയുടെ ജീവിതം ബാക്കിയാണ്. സത്യത്തിൽ ഞാനെങ്ങാനുമാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ടതെങ്കിൽ ഒരു സംശയമില്ല, ഞാൻ അടുത്ത പൊട്ടക്കിണറ്റിൽ ചാടിച്ചത്തേനെ. പിണറായിക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്. ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടോ, ദൈവമേ എന്ന് പറയത്തില്ല. കാറൽ മാർക്സ് മുത്തപ്പ എന്തുമാത്രം അപമാനമാണ്, അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിറങ്ങുന്നത് പോലെയാണ് സാക്ഷാൽ പിണറായി ഇന്നലെ നിയമസഭ വിട്ടിറങ്ങിയത്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിത്തരം വർത്തമാനങ്ങളും രാഷ്ട്രീയത്തിലെ നാടകങ്ങളും വാർത്തയും ഒക്കെ പങ്കുവയ്ക്കാനാണ് നമ്മുടെ ചാനലുള്ളത്. ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്നെനിക്കറിയാം. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക.